ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ പുതിയൊരു സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇംബാലൻസ്, അതുപോലെ എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ്, അപ്പോൾ ഈ ടോപ്പിക്സൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംബാലൻസും അതുപോലെ ലിക്വിഡിറ്റി ഗ്രാബും, അതായത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഗ്രാബും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്മാർട്ട് മണി കൺസെപ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ICT ആണെങ്കിലും SMC ആണെങ്കിലും പ്രൈസ് ആക്ഷൻ ആണെങ്കിലും ചാറ്റ് പാറ്റേൺ ആണെങ്കിലും എല്ലാം ഓരോ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുക, ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇംബാലൻസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിൽ ഒരു സ്ട്രക്ചർ ബാലൻസും ഒരു സ്ട്രക്ചർ ഇംബാലൻസും ആണ്. ഓക്കെ, അപ്പം എന്താണ് ബാലൻസ് സ്ട്രക്ചർ? അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ ഒരു പിടി കിട്ടും. ഒരു ക്യാൻഡിൽ അടിച്ചു, ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ദെൻ ഇവിടെ ഒരു ക്യാൻഡിലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാൻഡിലിനിടയിൽ നമുക്കൊരു ഗ്യാപ്പ് കണ്ടെത്താൻ പറ്റത്തില്ല. അതായത് ഈ ക്യാൻഡിലിനെ, ഈ സെൻറ്റർ ചെയ്യുന്ന ഈ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലിനെ ഫുള്ളായിട്ട് ഈ രണ്ട് ക്യാൻഡിലും കവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ദെൻ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ട്, ഇവിടെയും ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ട്. ഓക്കെ, ഇപ്പം ബുള്ളിഷിലാണെങ്കിൽ ഈ സെൻറ്റർ വരുന്നത് എന്തായാലും ഗ്രീൻ ക്യാൻഡിൽ തന്നെ, ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിലിനകത്ത് ഒരു ഗ്യാപ്പ് കണ്ടെത്താൻ പറ്റും. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെയും ഈ ഒരു ക്യാൻഡിലിൻ്റെയും ഒരു വിക്ക്, ഈ രണ്ട് ക്യാൻഡിലിൻ്റെ വിക്കോ ബോഡിയോ ഒന്നും ഈ ക്യാൻഡിലിനെ കവർ ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം ഫ്രീ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു പാർട്ട്, ഈ ഒരു ക്യാൻഡിലിൽ ഫ്രീ ആയിട്ടുള്ളൊരു പാർട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഇവിടെ സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് മൊമെൻ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ബാലൻസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇംബാലൻസും ഉണ്ട് മീൻ ചെയ്യുന്ന കാര്യം. ഓക്കെ, അതായത് ഈ ഒരു സെൻട്രലിലെ ക്യാൻഡിൽ, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലും ഈ ഒരു സെക്കൻഡ് ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു സെൻട്രൽ പാർട്ട് കവർ ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അതായത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇംബാലൻസ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയും, FVG എന്ന് പറയും. ഓക്കെ, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്, ഒരു സ്ട്രോങ് മൊമെൻ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇംബാലൻസിന് ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. ഇവിടെ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കോ ബോഡിയോ ഒന്നും ഈ ഒരു ക്യാൻഡിലിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വന്ന് കവർ ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം ഫ്രീ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, ഇനി സെൽ സൈഡ് നമ്മൾ നോക്കുവാണെങ്കിലോ, ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഭാഗം മൊത്തം ഫ്രീ ആണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, ദെൻ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം ഫ്രീ ആണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫെയർ വാല്യൂ ഗ്യാപ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു കാര്യമുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെങ്കിൽ, ഇനി ലിക്വിഡിറ്റി ഗ്രാബ് ആണെങ്കിലും എല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്യും. ഓക്കെ, ആ ഒരു സെറ്റപ്പിന് മേളിൽ നമ്മൾ ട്രേഡ്സുകൾ പുഷ് ചെയ്യും. അപ്പം ഡൗൺ സൈഡിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ അപ്പ് സൈഡിലോട്ടാണെങ്കിലും എങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്സ് കണ്ടെത്താമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഗ്രാബ്, അതായത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഗ്രാബ്. അതായത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞു തന്നാലും നല്ല ക്ലിയർ ആയിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ ഒരു സ്വിങ്, അതായത് ഒരു സ്വിങ് മാർക്കറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നു. ദെൻ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി. ദെൻ
ഈ ഒരു സ്വിങ്ങിന് മുകളിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ടേക്ക് ചെയ്ത് താഴോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഈ ഒരു സ്വിങ്ങിനുള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്വിങ്ങിന് മുകളിലായിട്ടും ലിക്വിഡിറ്റി ഉണ്ട്, അതുപോലെ ഈക്വൽ ഹൈക്ക് മുകളിലായിട്ട് ലിക്വിഡിറ്റി ഉണ്ട്. അങ്ങനെ ഓരോ ലിക്വിഡിറ്റിയും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ICTയിൽ ബൈ സൈഡ് ലിക്വിഡിറ്റീസിനെ പറ്റിയും ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ടുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ നിന്ന് എടുത്ത് താഴോട്ട് മൂവ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദെൻ നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ ഇതിപ്പം ഒരു ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. അതായത് മാർക്കറ്റ് വന്നു, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് താഴേന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് പോയി. അതായത് മാർക്കറ്റ് ഇവിടെ ഒരു വിക്ക് കൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചറിന് താഴെയായിട്ട് ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് മുകളിലോട്ട് പോയേക്കുന്നത്. ഓക്കെ, അതായത് ഒരു സ്ട്രോങ് മൊമെൻറ്റം കാണിച്ചു മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ടുള്ള ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം അത് കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും, കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബൈ സൈഡിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തേക്കുന്ന കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം എവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ബൈ സൈഡ്, ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൈ സൈഡിൽ ലിക്വിഡിറ്റി നിങ്ങൾക്ക് ഇവിടെ എടുത്തേക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ടുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ടേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തേക്കുന്നത് നിങ്ങളുണ്ടോ? ഈ ഒരു ലിക്വിഡിറ്റി എടുത്തേക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇപ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ടുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് വിക്ക് കൊണ്ടെടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നു എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ടുള്ള ലിക്വിഡിറ്റി ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്ത് മുകളിലോട്ട് പമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് പമ്പ് ചെയ്യുമ്പം ആ ഒരു പമ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അവിടെ നമ്മളത് അറിഞ്ഞിട്ട് അവരുടെ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ ട്രേഡ്സുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, പിന്നെ ഫേക്കിൽ വീഴാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല രീതിയിലുള്ള ഓർഡർ ബൈ ചെയ്യണമെങ്കിൽ ആദ്യം അവർ സെല്ല് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കും. സ്റ്റോപ്പ് ലോസ് അടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ആ ഒരു ഓർഡേഴ്സ് ഫുള്ളായിട്ട് എടുത്ത് മുകളിലോട്ട് പമ്പ് ചെയ്യും. അതായത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഇംബാലൻസ് പഠിച്ചു, അതുപോലെ ലിക്വിഡിറ്റി ഗ്രാബ് പഠിച്ചു. ഓക്കെ, ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്ത് മുകളിലോട്ട് മൂവ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തു, ദെൻ മുകളിലോട്ട് പോയി. ഓക്കെ, അതായത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെയും പറഞ്ഞു തന്നു, എന്നാൽ ഒന്നുകൂടെ പറയുക. മാർക്കറ്റ് അവർ ബൈ ചെയ്യുന്ന ഓർഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു 100 CR എന്നൂടെ കൊടുക്കുക. ഓക്കെ, ഒരു 100 CRൻ്റെ ഓർഡേഴ്സ് അവർക്ക് എടുക്കണം എങ്കിൽ അത്രയും ഓർഡേഴ്സ് ഈ ഒരു റേഞ്ചിൽ കാണില്ല. അതായത് അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ അത്രയും ഓർഡേഴ്സ് ഇവിടെ കാണില്ല. ഓക്കെ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് സെല്ല് ചെയ്യിപ്പിച്ച് താഴോട്ട് കൊണ്ടുവരും, ബൈ ചെയ്തവരെ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കും. ഓക്കെ, ബൈ ചെയ്ത ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. ആ സ്റ്റോപ്പ് ലോസും എടുത്ത് ആ ഒരു ഓർഡേഴ്സ് എല്ലാം കൂടെ എടുത്താണ്
ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലിക്വിഡിറ്റി ഗ്രാബ് കഴിഞ്ഞ് മൂവ് ചെയ്യണമെങ്കിൽ, അതായത് അത്രയും ബൾക്ക് ഓർഡേഴ്സ് മാർക്കറ്റിൽ ഇടുമ്പം മാർക്കറ്റിൽ ചെറിയ മൊമെൻ്റം അല്ല ഉണ്ടാകുന്നത്. ഓക്കെ, ഇംബാലൻസോട് കൂടിയ ഒരു മുകളിലോട്ടൊരു മൊമെൻ്റം ഉണ്ടാകും. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്താണ് ഇംബാലൻസ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുന്നത് എന്നാണ് ഈ രണ്ട് കാര്യങ്ങളോട് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നത്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു മാർക്കറ്റ്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ശേഷം ഒരു ബൾക്ക് ഓർഡേഴ്സ് അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ അത്രയും ഓർഡേഴ്സ് എടുക്കുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ടു. പമ്പ് ചെയ്യുമ്പം അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവും, ഒരു നല്ല മൊമെൻ്റം ഉണ്ടാവും. ഓക്കെ, ദെൻ പിന്നീട് ഇവിടെ 100 CR തന്നെ ഓർഡേഴ്സ്, അവിടെ 100 CR ഓർഡേഴ്സ് ബൈ ആയോ? ഇനി ചിലപ്പോൾ 100 CR ഓർഡേഴ്സ് അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 70 CR ഓർഡർ ആയിരിക്കും അവിടെ ബൈ ആയിരിക്കുന്നത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ഓർഡേഴ്സ് അവരെടുക്കുമ്പോൾ അവരുടെ കൂടെ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ എങ്ങനെ എവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഗ്രാബും അതുപോലെ ഇംബാലൻസും കൊണ്ട് ഇവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, ദെൻ നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടി പല വഴികളുമുണ്ട്. ഓക്കെ, അപ്പം വെറുതെ നമ്മളൊരു ഇംബാലൻസും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റി ഗ്രാബും കണ്ടെന്ന് വിചാരിച്ച് നമുക്ക് കറക്റ്റ് രീതിയിൽ ട്രേഡ് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അടിക്കും. ഓക്കെ, അത് ലോസിലായിരിക്കും ചെന്ന് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സെൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പ് ചെയ്തിരുന്ന മാർക്കറ്റ് ഒരു റേഞ്ച് എത്തുന്നു, ലിക്വിഡിറ്റി എടുക്കുന്നു, മാർക്കറ്റ് താഴോട്ടിറങ്ങുന്നു. അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആക്ട് ചെയ്യും, എത്രത്തോളം ഓർഡേഴ്സ് അവിടെ അത്രയും മൊമെൻ്റം കാണിക്കും. ഓക്കെ, അതായത് അവിടെ ഒരു ഇംബാലൻസോട് കൂടിയൊരു മൊമെൻ്റം കാണിക്കും. ദെൻ അതിൻ്റെ ബാക്കി ഇനിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു റേഞ്ചൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് കിടന്ന് മാർക്കറ്റ് താഴോട്ടിറങ്ങിപ്പോയ ഒരു റേഞ്ചൊക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ എങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് കാണിച്ചു തന്നു. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബാണ് നടന്നത്. ദെൻ ഇവിടെ ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ചില മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ഇംബാലൻസ് ഒന്നുമില്ല, ഹെവി മൊമെൻ്റ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇവിടെ എത്രത്തോളം വലിയ ഇംബാലൻസ് ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്ത് ദെൻ മുകളിലോട്ട് പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഇംബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്ട്രക്ചർ വിട്ടിട്ട് നമുക്ക് വേറെ സ്ട്രക്ചർ നോക്കാം. എന്താ ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ്, അതുപോലെ എന്താണ് ഇംബാലൻസ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുക. ഓക്കെ, ലിക്വിഡിറ്റി ഗ്രാബും അതുപോലെ ഇംബാലൻസും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താണ് അതിൻ്റെ ബാക്കി സെറ്റപ്പ് എന്നുള്ള കാര്യം നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്തോ ഇല്ലയോ എന്ന് ഇനിയും നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ പലയിടത്താണെങ്കിലും ഇപ്പോൾ പലരും വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു, അതുപോലെ ഇംബാലൻസ് വരുന്നു, അതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നു, ദെൻ ആ റേഞ്ചിൽ വരുന്നു, ട്രേഡ് സെൻറ്റർ ചെയ്യുന്നു, കഴിഞ്ഞ്. അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും മില്യണേഴ്സ് ആയിക്കൂടി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ സൈഡും നോക്കണം. ഓക്കെ,
അതുകൊണ്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ലിക്വിഡിറ്റി ഗ്രാഫ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഓരോ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ഓരോ കാര്യങ്ങളും മാസ്റ്റർ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ മാസ്റ്റർ ചെയ്യുക. എന്നാലേ ട്രേഡിങ്ങിൽ നമുക്ക് ഓക്കെ ആവാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ട്രേഡിങ് എന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.